Spam. Email continues to be the most important service for internet users. Billions of messages are transferred every day. Unfortunately, a high proportion of the messages are unsolicited and unwanted advertising. Spam refers to irrelevant or unsolicited messages sent over the internet, typically to a large number of users for the purpose of advertising, phishing, spreading malware, etc. സ്പാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറവലൻറ്റ് ഓർ അൺസോളിസിറ്റഡ് മെസ്സേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാത്ത മെസ്സേജസ് നമ്മളെ ഇമെയിലിലേക്ക് വരുന്നതാണ് സ്പാം എന്ന് പറയാം. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വർടൈസിങ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഫിഷിംഗ് ആയിട്ട്, അല്ലെങ്കിൽ മാൽവെയർ സ്പ്രെഡിങ് ആയിട്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരിക. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെർമിഷൻ ഇല്ലാണ്ട് നമ്മളെ ഡാറ്റയൊക്കെ ചോർത്തെടുക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുക. ഇനി മെത്തേഡ്സ് ടു അവോയ്ഡ് സ്പാം. ഈ സ്പാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, ഒരു 8 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബ്ലാക്ക് ലിസ്റ്റ്. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റിലേറ്റീവ്ലി റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ ദ ഗ്രോത്ത് ഓഫ് ബ്ലാക്ക് ലിസ്റ്റ് സ്പാം സോഴ്സസ്. ദ ഐഡിയ ഇസ് ടു അവോയ്ഡ് അക്സെപ്റ്റിംഗ് ഇമെയിൽസ് സിസ്റ്റംസ് ദാറ്റ് ആർ ബീങ് ആക്റ്റീവ്ലി എക്സ്പ്ലോയിറ്റഡ് ബൈ സ്പാമേഴ്സ്. ദ ഇന്റർനെറ്റ് is composed of co-operating by independent networks, so there is right for anyone not to accept emails, and so mail servers owners can apply any acceptance rules they wish. നമുക്ക് ഇമെയിലിൽ ഒരു സ്പാം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഓപ്ഷൻസ് ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്കത് ആ ഇമെയിൽ നമുക്ക് ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ട് കൊടുക്കാം. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി അവോയ്ഡ് ചെയ്യാം ആ മെസ്സേജസ്. ആ ലിസ്റ്റിലേക്ക് അത് പോയിക്കോളും മെസ്സേജസ്. അപ്പോൾ നമുക്ക് ആ മെസ്സേജസ് ഇഗ്നോർ ചെയ്യാം ഇനി വരുമ്പോൾ. സെക്കൻഡ് വൺ, ഫിൽറ്ററിംഗ് സിസ്റ്റംസ്. ഫിൽറ്ററിംഗ് another important technique to dealing with spam, and it is widely used both on ISP systems and by end users themselves. Most email programs and internet service providers offer spam filters at little or no cost. The spam filter will help us manage the spam we do receive by moving to a separate folder and marking it as illegitimate email, therefore blocking future emails from the spammer. ഫിൽറ്ററിംഗ് സിസ്റ്റംസ് നമ്മൾ ഇമെയിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ ആ സോഫ്റ്റ്വെയർ നമ്മളെ സിസ്റ്റത്തിലേക്ക് നമുക്ക് വെക്കാം. അത് ആ സോഫ്റ്റ്വെയർ വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, ഒരു സ്പാം നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി അത് വേറൊരു ഫോൾഡറിലേക്ക് അത് പോവും ആ മെസ്സേജസ്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ആ മെയിലിൽ തന്നെ സ്പാം മെയിൽസ് നമുക്ക് നമ്മളെ മെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. Third one, legal approaches. Legal approaches are gaining important at government levels, including proposed penalties for unsolicited commercial email and anonymous commercial messages. The range of approaches is growing rapidly in response to the increase in spam traffic. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് സ്പാം മെയിൽസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ലീഗലായിട്ട് മൂവ് ചെയ്യാം. ലീഗലായിട്ട് മൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്തി തരും ഇതിങ്ങനെ കൂടുതൽ സ്പാം മെയിൽസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ. ഫിഫ്ത്ത് വൺ, കോഷൻ വെൻ ഫില്ലിംഗ് ഔട്ട് ഓൺലൈൻ ഫോംസ്. Greater caution should be exercised when filling out online forms. It is always better to use our public email addresses and view and privacy policy on the website before proceeding. The privacy policy tells us how the company plans to use the information we are submitting. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് 2 ഇമെയിൽ വെക്കുന്നതാണ് കുറച്ചും കൂടി ഗുണം. അതായത് ഒന്ന് പബ്ലിക്കിനും ഒന്ന് പേഴ്സണൽ യൂസിനും. അപ്പോൾ നമുക്കൊരു ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷനൊക്കെ വരികയാണെങ്കിൽ നമ്മളെ ബയോഡാറ്റയും പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് ഒരു ട്രൈ ആയിട്ട് നമ്മളെ പബ്ലിക് ഇമെയിലിൽ നിന്ന് ഇവർക്ക് മെസ്സേജ് അയക്കുക, ഈ നമ്മളെ ഇൻഫർമേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പ്രൈവസി പോളിസി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ ഇവർക്ക് വേണമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ പബ്ലിക് ഇമെയിൽ വെച്ചിട്ട് ട്രൈ ചെയ്യാം. Sixth one, install a firewall. Installing a firewall for computer network is also beneficial to avoid spam. This will help prevent spammers from hacking or planting worms on a computer. ഇൻസ്റ്റാളിങ് എ ഫയർവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം ഒരു അൺഓത്തറൈസ്ഡ് ആയ ആൾ നമ്മളെ സിസ്റ്റത്തിൽ നമ്മുടെ ഡാറ്റ ഒക്കെ ചോർക്കുന്നതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഫയർവാൾ എന്ന് പറയുക. ഡു നോട്ട് റെസ്പോണ്ട് ടു ഇമെയിൽസ് ദാറ്റ് ആസ്ക് ടു വെരിഫൈ അക്കൗണ്ട് ഇൻഫർമേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു സ്പാം നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മളെ ബാങ്ക് ഇൻഫർമേഷൻ, നമ്മളെ ബാങ്ക് ഐ ഡി, നമ്മളെ പിൻ കോഡൊക്കെ
ഷെയർ ചെയ്യാൻ പറയാം, ബാങ്കിൻ്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാന്ന് പറയും. അപ്പം നമ്മൾ അങ്ങനത്തെ മെസ്സേജ് കണ്ടാൽ നമ്മൾ ടോട്ടലി ഇഗ്നോർ ചെയ്യണം. നമുക്ക് മനസ്സിലാക്കാത്ത സ്പാം ആണെന്ന്. ഇവർ നമ്മളെ അക്കൗണ്ട് നമ്പറും ഈ പിൻ നമ്പറൊക്കെ വെച്ചിട്ട് നമ്മളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും നോക്കും, പിന്നെ നമ്മളെ പൈസയൊക്കെ എടുക്കാനും നോക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യണം. പിന്നെ 8.1 സേഫ് ഗാർഡ് ലോഗിൻ ഇൻഫർമേഷൻ. അനദർ ടെക്നിക് ടു അവോയ്ഡ് സ്പാം ഇസ് സേഫ് ഗാർഡ് ഓൾ ആർ ലോഗിൻ ഇൻഫർമേഷൻ. നെവർ ഷെയർ ആർ യൂസർ നെയിംസ് ആൻഡ് പാസ്വേഡ്സ് എനിവൺ എൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസർ നെയിമും പേഴ്സണൽ യൂസർ നെയിമും പാസ്വേഡ്സൊക്കെ നമ്മളെ കയ്യിൽ തന്നെ വെക്കുക, ഒരാളുടെ അടുത്തും ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഹാക്കിങ്ങിന് അല്ലെങ്കിൽ ത്രെറ്റ്സിനുള്ള സാധ്യത കൂടുതലായിരിക്കും. Cookies. A cookie is a small text file stored on a user browser. കുക്കി എന്ന് വെച്ചാൽ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച സ്മോൾ ടെക്സ്റ്റ് ഫയൽസിനെ ആണ് പറയുക. The main purpose of cookies is to identify a user and prepare customized web pages or to save login information for user. കുക്കീസിൻ്റെ പേർപ്പസ് എന്ന് വെച്ചാൽ ഒരു യൂസറിൻ്റെ ലോഗിൻ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുക, പിന്നെ അവർ ആദ്യം സെർച്ച് ചെയ്ത ഹിസ്റ്ററി വെച്ചിട്ട് കസ്റ്റമൈസ് വെബ് പേജസ് ഡിസ്പ്ലേ ചെയ്യുക എന്നൊക്കെയാണ് മെയിൻ കുക്കീസിൻ്റെ പേർപ്പസ്. ദ കുക്കീസ് ഈസ് സെറ്റ് ബൈ ദ വെബ് സെർവർ ടു ദ വെബ് ബ്രൗസർ സച്ച് ആസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓർ ക്രോം. കുക്കീസ് സെറ്റ് ചെയ്യുന്നത് വെബ് സെർവേഴ്സിലായിരിക്കും കുക്കീസ് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്യുക വെബ് ബ്രൗസേഴ്സ് സച്ച് ആസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓർ ക്രോം, ഇതിലൊക്കെയാണ് കുക്കീസ് സ്റ്റോർ ചെയ്ത് വെക്കുക. Cookies are not active program. As a result, they cannot be spyware that illegally transfers information and do not carry virus. Cookies ഒരു ആക്റ്റീവ് പ്രോഗ്രാം അല്ല, അതുകൊണ്ട് അതിൻ്റെ അത് സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ മേലെ പറഞ്ഞ യൂസേഴ്സിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആൻഡ് അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ ഒന്നും തേർഡ് പാർട്ടിക്ക് ഇല്ലീഗലി ട്രാൻസ്ഫർ ചെയ്യൂല. ആൻഡ് കുക്കീസിൽ വൈറസ് ഒന്നും ഉണ്ടാവില്ല. യൂസർ ക്യാൻ മാനേജ് കുക്കീസ് ഫ്രം ദ ബ്രൗസർ ഇറ്റ്സെൽഫ്. ഒരു യൂസറിന് കുക്കീസ് മാനേജ് ചെയ്യാൻ ബ്രൗസറിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വേണമെങ്കിൽ കുക്കീസിൻ്റെ ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്തിടുകയും ചെയ്യാം. Adware. Adware is a spyware that collects information about the user in order to display advertisement in the web browser. Adware വെച്ചൊരു സ്പൈവെയർ ആണ്. ഈ ആഡ്വെയർ യൂസറിൻ്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. ലാസ്റ്റ് സെർച്ച് ചെയ്ത ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അതിന് അനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഈ ആഡ്വെയറിൻ്റെ മെയിൻ പേർപ്പസ്. ആഡ്വെയർ വിൽ ഇൻസ്റ്റാൾ ഇറ്റ്സെൽഫ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ യൂസർ. ആഡ്വെയർ ഒരു യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആവും ഓട്ടോമാറ്റിക്കലി. Adware include code that tracks the user's personal information and pass it to the third party without the user's authorization and knowledge. Adware ഒരു പേഴ്സണിൻ്റെ നോളേജ് ഇല്ലാണ്ട് തന്നെ ആ പേഴ്സണിൻ്റെ യൂസറിൻ്റെ ഇൻഫോർമേഷൻ, പേഴ്സണൽ ഇൻഫോർമേഷൻ, കാർഡ് ഡീറ്റെയിൽസൊക്കെ തേർഡ് പാർട്ടിക്ക് സെൻഡ് ചെയ്യും. It will result in slowdown of PC by using RAM. ഈ ആഡ്വെയർ പി സിൻ്റെ റാം യൂസ് ചെയ്യും, അതുകൊണ്ട് പി സിൻ്റെ പെർഫോമൻസ് ഒക്കെ വീക്കാവും, വീക്കല്ല സ്ലോ ആവും. ഇറ്റ് വിൽ ഓൾസോ സ്ലോ ഡൗൺ ഇൻ്റർനെറ്റ്. ഈ ആഡ്വെയർ നല്ലോണം നെറ്റ് എടുക്കും, അതുകൊണ്ട് യൂസറിന് നെറ്റിൻ്റെ സ്പീഡൊക്കെ കുറയും. Spyware is a technology that is used for collecting information from a computer without the knowledge of the user. സ്പൈവെയർ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന ആളുടെ വിവരമില്ലാണ്ട് അവരുടെ കമ്പ്യൂട്ടറിന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനാണ് സ്പൈവെയർ എന്ന് പറയുക. ഇറ്റ് ഈസ് എ മാൽവെയർ വിച്ച് കളക്ട്സ് ഇൻഫോർമേഷൻസ് ആൻഡ് പാസസ് ഇറ്റ് അക്രോസ് ദ ഇൻ്റർനെറ്റ് ടു എ തേർഡ് പാർട്ടി. അതെന്ന് വെച്ചാൽ ഒരു മാൽവെയർ ആണ്. അത് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഇൻ്റർനെറ്റിൽ കൂടെ വേറൊരു തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യുന്നു. ഇറ്റ് ഗെറ്റ്സ് ഇൻ കമ്പ്യൂട്ടർ ത്രൂ സോഫ്റ്റ്വെയർ വൈറസ് ഓർ ആസ് എ റിസൾട്ട് ഓഫ് ഇൻസ്റ്റാളിംഗ് പ്രോഗ്രാംസ്. ഈ സ്പൈവെയർ ഒരു പുതിയ പ്രോഗ്രാമോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വൈറസ് കാരണമാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറുന്നത്. അറ്റാക്കേഴ്സ് യൂസ് ദിസ് ഇൻഫർമേഷൻ എയ്തർ ടു സെൽ ഓർ ടു യൂസ് ഫോർ സം
ക്രൈംസ്. ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്നെങ്കിൽ അത് വിൽക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈംസിനോ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. Who are spying? Users of spyware include online attackers, market organizations, and trusted insiders. Online attackers. Their primary interest is to steal personal information for financial crimes like stealing money from banking cards. ഓൺലൈൻ അറ്റാക്കേഴ്സ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ ക്രൈംസിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്നോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ പൈസ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്കറ്റ് ഓർഗനൈസേഷൻ. They steal information such as email address, browser habits for market campaigns such as spam and browser pop-ups. മാർക്കറ്റ് ഓർഗനൈസേഷൻ നമ്മുടെ ഈ ഇൻഫർമേഷൻസ് ലൈക്ക് ഇമെയിൽ അഡ്രസ്സും ബ്രൗസിങ് ഹാബിറ്റ്സും ഉപയോഗിക്കുന്ന മാർക്കറ്റ് ക്യാമ്പയിനിങ്ങിനാണ്. നമ്മളിപ്പം നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ട് സ്പാം മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസർ ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യം ബ്രൗസ് ചെയ്യുമ്പം അതിൻ്റെ പരസ്യം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. Trusted insiders. They are who have physical access to a computer system, such as employees or contractors. They use this information for blackmailing or to gain access to a more valuable information. കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉള്ളവരാണ് ട്രസ്റ്റഡ് ഇൻസൈഡേഴ്സ് എന്ന് പറയുക. എംപ്ലോയീസ്, കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത് പരിചയമുള്ള ആൾക്കാരാവാം. ഇവർ ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിനോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വിലപിടിപ്പുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹൗ സ്പൈവെയർ വർക്ക്സ്. സ്പൈവെയർ ട്രാക്സ് ആൻഡ് കളക്ട്സ് ഓൺലൈൻ ആക്ടിവിറ്റീസ് ലൈക്ക് വെബ്സൈറ്റ് വിസിറ്റഡ് ഫോർ ഫിനാൻഷ്യൽ ഡാറ്റ such as bank card details on screen or inserted in text field, browsing and purchase habits. സ്പൈവെയർ ഒരു യൂസറിൻ്റെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യും ഈ ഫിനാൻഷ്യൽ ഡാറ്റയ്ക്കും പിന്നെ ബ്രൗസിങ് ആൻഡ് പർച്ചേസ് ഹാബിറ്റ്സിനും വേണ്ടിയിട്ട്. ഇമ്പാക്റ്റ് ഓഫ് സ്പൈവെയർ. ഇറ്റ് കോസസ് ട്രസ്റ്റ് ഇഷ്യൂ ഇൻ ബയേഴ്സ് ആസ് ദേ ഫിയർ ഓഫ് പേഴ്സണൽ ഫിനാൻഷ്യൽ ലൂസ്. Sellers also lose confidence as they are not sure whether it is a genuine buyer. So in order to protect buyers, sellers add more verification process which lead to increase in price. As a result, growth rate decreases, cost increases and demand decreases. സ്പൈവെയർ ബയേഴ്സിനുള്ളിൽ സ്വന്തം പൈസ നഷ്ടപ്പെടുക എന്നുള്ളൊരു പേടി കൊണ്ടുവരും. സെല്ലേഴ്സിൻ്റെ കോൺഫിഡൻസ് കുറയ്ക്കുന്നു, കാരണം ഇതൊരു ജെന്യൂൻ ബയറാണോ അറിയാത്തതിനെ കൊണ്ട്. സെല്ലേഴ്സ് ബയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വെരിഫിക്കേഷൻ പ്രോസസ്സ് കൊണ്ടുവരും. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. ആസ് എ റിസൾട്ട് ഗ്രോത്ത് റേറ്റും ഡിമാൻഡും ഈ പ്രൊഡക്റ്റിൻ്റെ ഡിക്രീസ് ആവും. ഇമ്പാക്റ്റ് ടു കമ്പ്യൂട്ടർ. ആസ് സ്പൈവെയർ ആർ നോട്ട് ഓൾവേസ് carefully written and tested, system infected may have reliability issues. Affected application may crash often. Whole system may get unstable. It consumes system resources which lead to performance degradation. ഈ സ്പൈവെയർ ഉണ്ടാക്കുന്ന ടൈമിന് ക്ലിയറായി ടെസ്റ്റ് ചെയ്യാത്തതിനുകൊണ്ട് ഇൻഫെക്റ്റായ സിസ്റ്റത്തിന് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ്റ്റൻ ക്രാഷ് ആവും, സിസ്റ്റം ഒട്ടാകെ അൺസ്റ്റേബിൾ ആവും. സ്പൈവെയർ ഈ സിസ്റ്റം റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നതിനെ കൊണ്ട് സിസ്റ്റത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് കുറയ്ക്കും. Hi, so before we get started, I think it's better to introduce myself. I am ധീരജ് and I'm here as a part of Group 5. I'll be taking you through an interesting session from the chapter Social Cyber Informatics. I'll be dealing with the topic malware and phishing. I hope most of you will be familiar with this term, and no worries if it is the first time that you are hearing this, because I can assure that by the end of this video you will be having a solid understanding about malware and phishing. So let's begin. So let's start with malware. Malware is a short for malicious software and is typically used as a term to refer to any software designed to cause damage to a single computer server or a computer network. So the term malware is a short for malicious software, and it can be a computer program or software that is created with a malicious intent. The malwares mainly target personal computer servers or a complete computer network. Malware includes computer viruses, worms, Trojan horses, and also spywares and programming that gather information about a computer users without permission. So malwares can be softwares like computer virus, worms, Trojan horses, or something like a spyware which get installed on a computer without the knowledge of user and which can access or which can gather information about the user without his or her permission. Even though there are many malicious software, the most common type of malwares are computer worms, virus and Trojan horses. These terms are often used interchangeably, but actually they are very different.
Each is a type of malicious software, but they differ in how they infect and affect a computer. For example, worms can be sent through emails or other instant messages, while Trojan horses can enter your computer from websites or sometimes when you copy or download any virus-infected files. Malware also has the ability to exploit existing vulnerabilities on a system, which helps to make the entry quite easy. So it's always recommended to use a good antivirus software that can automatically detect and eliminate the infected files. Next, we are going to discuss about phishing. I guess the picture here can help you to get an understanding about the concept. Anyway, let's dive a little deeper. Phishing is a method of online identity theft. Phishing is a cybercrime in which a target or targets are contacted by email, telephone, or text message by someone posing as a legitimate institution to tempt individuals into providing sensitive data such as personally identifiable information, banking, credit card details, and passwords. The information is then used to access important accounts and can result in identity theft and financial loss. In this way, the victims are contacted by phishers through various means such as email, phone calls, or even text messages and tempt them to provide personal information such as credit card details, passwords, one-time password, etc. The personal details thus collected are later used for accessing important accounts of users, which can result in financial loss and identity theft. A complete phishing attack involves three roles of phisher. Firstly, mailers send out a large number of fraudulent emails which direct the user to a fraudulent website. Secondly, collectors set up fraudulent website which actively prompt user to provide confidential information. Finally, this collected information is used to perform various fraudulent activities, which may result in identity theft and financial loss. A phisher may use spam, malicious website, email messages, and instant messages to collect sensitive information from people. Phishers generally include upsetting and exciting statements in their emails to get people to react immediately. Once the victim reacts for such message, they will be asked for personal details such as passwords, credit card numbers, username, date of birth, etc. In order to relieve from the troubles of phishing, it is always better not to use the links in an email, instant message, or chat to get any web page. Also, avoid filling out forms in email messages that ask for personal details and other information. Today, it is seen that the cybercrimes are increasing in an alarming rate with the advancement of technology. So, we should be well aware to protect ourselves and our loved ones from such cyber attacks. Internet hoax. Internet hoax are false stories spread through internet, often through emails and blogs. ഇമെയിൽസും ബ്ലോഗ്സും ഒക്കെ വഴി ഇൻ്റർനെറ്റിലൂടെ പ്രചരിക്കുന്ന ഫാൾസ് സ്റ്റോറീസാണ് ഇൻ്റർനെറ്റ് ഹോക്സ്. Usually it's an email with supposedly important message urging the receiver to share it to many people. ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ഉള്ള ഇമെയിൽ ആയിട്ടാണ് കൂടുതൽ ആളുകൾക്കും ഇൻ്റർനെറ്റ് ഹോക്സ് കിട്ടുന്നത്. The purpose of internet hoax is to generate fake internet traffic, crash servers and spread virus. ഫേക്ക് ഇൻ്റർനെറ്റ് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യാനും അതുകൊണ്ട് സെർവർ ക്രാഷ് ചെയ്യാനും വൈറസ് സ്പ്രെഡ് ചെയ്യാനുമാണ് ഇൻ്റർനെറ്റ് ഹോക്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. The hoax may contain virus or malware that harms our computer. Do not download or forward documents unless the source has been checked. ഒരു യൂസറിൻ്റെ കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൈറസോ മാൽവെയറോ ഒരു ഹോക്സിലുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് എന്ത് ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും ഫോർവേഡ് ചെയ്യുകയാണെങ്കിലും സോഴ്സ് ചെക്ക് ചെയ്യാതെ ഒരിക്കലും ഡൗൺലോഡോ ഫോർവേഡോ ചെയ്യാൻ പാടില്ല. Unlike most viruses, hoax does not spread themselves without user's intervention. Hoax makes the user believe it's true and manipulate us into acting upon it. സാധാരണ വൈറസ് പോലെ യൂസറിൻ്റെ ഇടപെടലില്ലാണ്ട് ഹോക്സ് സ്പ്രെഡ് ആവില്ല. യൂസറിനെ വിശ്വസിപ്പിക്കുകയും റെസ്പോണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹോക്സിൻ്റെ പ്രത്യേകത. The misleading emails arrive in the inboxes of many people every day. Those who respond to such emails become victims. Hacking. Unauthorized intrusion into a computer or a network is called hacking. ഒരു കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ അനധികൃതമായി നുഴഞ്ഞു കയറുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. A hacker identifies the weakness in computer systems or networks and exploit its weakness to gain access. ഒരു ഹാക്കർ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ ഒരു നെറ്റ്വർക്കിൻ്റെയോ
വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് സിസ്റ്റം ആക്സസ് ചെയ്യും. ഹാക്കേഴ്സ് പുട്ട് their programs in the networks and it start to perform hidden functions that may cause damage to the information stored in the system. ഹാക്കേഴ്സ് അവരുടെ പ്രോഗ്രാംസ് നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യും. ഈ പ്രോഗ്രാംസ് കുറേ ഹിഡൻ ഫങ്ഷൻസ് പെർഫോം ചെയ്യുകയും നെറ്റ്വർക്കിലുള്ള ഇൻഫർമേഷൻ ഡാമേജ് ആവുകയും ചെയ്യും. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഹെൽപ്പ് കമ്പനീസ് ഫൈൻഡ് ദ വൾണറബിലിറ്റീസ് ഇൻ ദെയർ സിസ്റ്റം. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് സ്റ്റീൽ ഓർ ഡാമേജ് ഡാറ്റ. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് പല കമ്പനികൾക്കും അവരുടെ സിസ്റ്റത്തിലുള്ള വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഇല്ലീഗലായിട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ തെഫ്റ്റ് നടത്തും. ദ ടേം ഹാക്കിംഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് വെൻ സർട്ടൻ പ്രോഗ്രാംസ് ക്രിയേറ്റഡ് ബൈ ഹാക്കേഴ്സ് റിക്വസ്റ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ സൈമൾട്ടേനിയസ്ലി ഫ്രം എ വെബ് സെർവർ വിത്ത് ആൻ എയിം ടു ക്രാഷ് ദ നെറ്റ്വർക്ക്. ഹാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ചില പ്രോഗ്രാമുകൾ ഒരേ സമയം ഒരുപാട് ഇൻഫർമേഷൻ ഒരു വെബ് സെർവറിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യും. ഒരേ സമയം ഒരുപാട് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ നെറ്റ്വർക്ക് ക്രാഷ് ആവും. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ കേസ് ഓഫ് ഹാക്കിംഗ്. Types of hacking. There are 4 types of hacking. First one, website hacking, network hacking, email hacking, ethical hacking, and password hacking. Website hacking. Hacking a website means taking unauthorized control over a web server and its associated software such as databases and other interfaces. വെബ്സൈറ്റ് ഹാക്കിംഗ് വെച്ചാൽ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ഓണറിന് പെർമിഷൻ ഇല്ലാണ്ട് അതിൽ കയറി ഡാറ്റയും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കമ്പനി വെബ്സൈറ്റ് ആണെങ്കിൽ അതിൽ ഹാക്കറിന് കയറിയിട്ട് ക്ലയൻറ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓർ ഇപ്പം ഹാക്കറിന് വെബ്സൈറ്റിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേറൊരു പേഴ്സൺ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവരെ കാര്യങ്ങളും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഹാക്കറിന് ആക്സസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് ഹാക്കിംഗ്. Hacking a network means gathering information about a network by using tools like telnet, ping, tracet, nestat, etc. with the intent to harm the network system and hamper its operation. നെറ്റ്വർക്ക് ഹാക്കിംഗ് വെച്ചാൽ ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ലൈക്ക് പിങ്, ടെൽനെറ്റ്, ട്രാസെറ്റ്, ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡൊമൈനിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്യുന്നത് ആണ് നെറ്റ്വർക്ക് ഹാക്കിംഗ് എന്ന് പറയുന്നത്. Email hacking. It includes getting unauthorized access on an email account and using it without taking the consent of its owner. ഇമെയിൽ ഹാക്കിംഗ് വെച്ചാൽ ഒരു ഇമെയിൽ അക്കൗണ്ടിൽ അതിൻ്റെ ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ആക്സസ് ചെയ്യുക, ഓർ ആ അക്കൗണ്ടിൽ കയറിയിട്ട് വേറെ ആൾക്കാർക്ക് സ്പാം മെസ്സേജ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറഞ്ഞാണ് ഇമെയിൽ ഹാക്കിംഗ്. Ethical hacking. Ethical hacking involves finding weaknesses in a computer or network system for testing purpose and finally getting them fixed. Ethical hacking ഒരു നല്ലൊരു പേർപ്പസിന് യൂസ് ചെയ്യുന്ന ഹാക്കിംഗ് ആണ്. കമ്പ്യൂട്ടർ ഓർ നെറ്റ്വർക്കിന് കുറേ ലൂപ്പ് ഹോൾസ് ഓർ വീക്ക്നെസ് കാര്യങ്ങളുണ്ടാകും. ആ ലൂപ്പ് ഹോൾസും വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ആണ് ഈ എത്തിക്കൽ ഹാക്കിംഗ് യൂസ് ചെയ്യുന്നത്. Password hacking. This is the process of recovering secret passwords from data that has been stored in or transmitted by a computer system. പാസ്വേഡ് ഹാക്കിംഗ് വെച്ചാൽ ഒരു പേഴ്സന്റെ പാസ്വേഡ് അയാളെ പെർമിഷൻ ഇല്ലാണ്ട് ഹാക്ക് ചെയ്യുന്നതിനാണ് പാസ്വേഡ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. റെമഡീസ് ഓഫ് ഹാക്കിംഗ്. ഫസ്റ്റ് വൺ, ചെക്കിംഗ് സിസ്റ്റം സെക്യൂരിറ്റി, യൂസ് ഫയർവാൾസ് ആൻഡ് ഡാറ്റ എൻക്രിപ്ഷൻ. Checking system security. The first and foremost thing that can be done to defend the attack from hackers is to conduct detailed checking of information security systems exist in the organization. ഹാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ ഒരു ഡീറ്റെയിൽ ചെക്കിങ് നമ്മൾ നടത്തേണ്ടതാണ്. അങ്ങനെ ഡീറ്റെയിൽ ചെക്കിങ് നടത്തുമ്പോൾ നമുക്കത് ലൂപ്പ് ഹോൾസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. Second point, security system can be checked with the mock security breaking software. Such software will be developed by certain professionals in the field known as ethical hackers. Ethical hackers ഇങ്ങനെ mock security breaking software ഡെവലപ്പ് ചെയ്യുന്നതാണ്. ബിക്കോസ് ethical hackers ഇങ്ങനെ ലൂപ്പ് ഹോൾസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
And the third point, if any loopholes in the system is found during the course of ethical hacking, immediate steps are taken to avoid it. അങ്ങനെ ലൂപ്പോൾസ് കാര്യങ്ങളോ എന്തെങ്കിലും ഈ സ്റ്റെപ്പിൻ്റെ ഇടയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് എടുക്കേണ്ടതാണ്, അവോയ്ഡ് ചെയ്യേണ്ടതാണ്. Use of firewall. Firewall prevents unauthorized users from accessing private networks. A firewall is generally placed between internal LANs and WANs and external networks such as internet. അപ്പം ഫയർവാൾ അൺഓത്തറൈസ്ഡ് ആയ യൂസേഴ്സിനെ പ്രിവെന്റ് ചെയ്യും. Second point, the firewall acts like a gatekeeper that examines each user's identification before allowing them to enter to the organization internal networks. അപ്പം ഫയർവാൾ ഒരു ഗേറ്റ് കീപ്പറിനെ പോലെയായിരിക്കും, ബിക്കോസ് അത് എല്ലാ യൂസേഴ്സിനെ എക്സാമിൻ ചെയ്യും, എന്നിട്ട് മാത്രമാണ് ഓർഗനൈസേഷൻ നെറ്റ്വർക്കിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫയർവാൾ ഉണ്ടെങ്കിൽ ഹാക്കിങ് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Data encryption. Many organizations depend on encryption technique to protect their valuable information sent over the internet and other networks. അതായത് ഡാറ്റ എൻക്രിപ്ഷൻ ടെക്നിക് കുറേ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് പോയിന്റ്, എൻക്രിപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് കോഡിംഗ് ആൻഡ് സ്ക്രാംബ്ലിംഗ് ഓഫ് മെസ്സേജസ് ടു പ്രിവെന്റ് അൺഓത്തറൈസ്ഡ് ആക്സസ് ടു ഓർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഡാറ്റ ബീങ് ട്രാൻസ്മിറ്റഡ്. അതായത് എൻക്രിപ്ഷൻ വെച്ച് ഒരു മെസ്സേജ് കോഡ് പോലെ ആക്കാനാണ്. അങ്ങനെ ചെയ്യുമ്പം അൺഓത്തറൈസ്ഡ് ആക്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഈ കോഡ് പോലെ ആക്കുമ്പോൾ നമുക്ക് അൺഓത്തറൈസ്ഡ് ആക്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. തേർഡ് പോയിന്റ്, എ മെസ്സേജ് ക്യാൻ ബി എൻക്രിപ്റ്റഡ് ബൈ അപ്ലൈയിങ് എ സീക്രട്ട് ന്യൂമറിക്കൽ കോഡ് കോൾഡ് ആൻ എൻക്രിപ്ഷൻ കീ സോ ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ആസ് എ ട്വിസ്റ്റഡ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഈ മെസ്സേജിനെ ഒരു ന്യൂമറിക്കൽ കോഡാക്കും. ആ കോഡ് ആണ് എൻക്രിപ്ഷൻ കീ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അയക്കുമ്പം അൺഓത്തറൈസ്ഡ് യൂസേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. Trojan horses. This term Trojan horse derives from Greek mythology. Trojan horse word Greek mythology നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. Second point, it is a program that appears harmless but in fact malicious. എന്ന് വെച്ചാൽ ട്രോജൻ ഹോഴ്സസ് ഹാംലെസ് ആണ് തോന്നും, ബട്ട് അത് ഹാംഫുൾ ആണ്, വൈറസിനെ പോലെ. തേർഡ് പോയിന്റ്, ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഇൻസ്റ്റാളിംഗ് എ ട്രോജൻ ഈസ് ത്രൂ ഇമെയിൽ. ഇമെയിൽ കൂടെയാണ് ട്രോജനെ ഇൻസ്റ്റാൾ ആക്കുന്നത്. ദിസ് പ്രോഗ്രാം മേ സീം ടു ബി എ യൂസ്ഫുൾ but in fact does something harmful to the computer system without the knowledge, like game or screen saver. കമ്പ്യൂട്ടറിന്റെ നോളജ് ഇല്ലാണ്ട് കുറെ ഹാംസ് വരുത്തും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല ട്രോജൻ ഉണ്ടോ എന്ന്. Once activated, Trojan can enable cyber criminals to spy, steal sensitive data and gain backdoor access to system. ഈ ട്രോജന് ഡാറ്റാസ് ഒക്കെ സ്റ്റീൽ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, then hackers can access and delete all our files, send emails and run programs. ഹാക്കേഴ്സിന് സുഖമായി ഈ നമ്മളെ ഫയൽസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനും മറ്റുള്ള ആൾക്കാർക്ക് സെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. നമ്മളെ ഡാറ്റയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. The last point, most virus scanners attempt to deal with some of the common Trojans. There are also specific anti-Trojan scanner available. ഈ ട്രോജനെ കണ്ടുപിടിക്കാൻ വൈറസ് സ്കാനേഴ്സ് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ആന്റി ട്രോജൻ പറഞ്ഞ സ്കാനേഴ്സും അവൈലബിൾ ആണ്.